ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ സി എയിലേക്കുള്ള കാൽവയ്പിനെ കുറിച്ചാണ്. ഞാൻ ഭയങ്കര അൺപ്രഡിക്റ്റബിളായിട്ട് സി എക്ക് വന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല, ഒരിക്കലും ഞാൻ പ്ലാൻ ചെയ്ത് വന്നതല്ല. പക്ഷേ ഞാൻ സി എ ജോയിൻ ചെയ്തതിൻ്റെ പർട്ടിക്കുലർ ഡേറ്റ് മുമ്പ് വരെ പോലും ഞാൻ അതിലേക്ക് എത്തിച്ചേരുന്ന എനിക്ക് അതിനെക്കുറിച്ച് സി എ എന്താണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാനും വിചാരിക്കും ഇപ്പോഴും പല ഏജിലുള്ളവർക്കും സി എനെ കുറിച്ച് അറിയണ അല്ലെങ്കിൽ ഒരു +2 എത്തിയ 17 വയസ്സുള്ളതായിട്ട് സമയത്ത് അവർക്കൊക്കെ സി എനെ കുറിച്ച് അറിയുമ്പോൾ എനിക്ക് 10-20 വയസ്സായിട്ട് ഇങ്ങനൊരു സാധനം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നമുക്കറിയാം ഡോക്ടർ അല്ലെങ്കിൽ ലോയേഴ്സ് ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്താ ഈ പരിപാടി, ഇത് ആ പ്രായത്തിലും എനിക്കറിയാം. അത് മീൻസ് ഞാൻ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ പർട്ടിക്കുലർ ഡേയ്സിൻ്റെ മുമ്പാണ് ഞാൻ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളൊരു ജേണിയാണ് ഞാൻ ആദ്യം പറയണത്. ഓക്കെ, ബേസിക്കലി എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 20 വയസ്സ് വരെ സ്കൂളിൽ പോവുക അല്ലെങ്കിൽ കോളേജിൽ പോവുക. അതായത് ഓൾമോസ്റ്റ് നമ്മുടെ മാർച്ച് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരെ നമ്മൾ കോളേജിലോ സ്കൂളിലോ പോകുന്നു. പിന്നെ 2 മാസം ഐ പി എൽ കാണുക. ഓക്കെ, അപ്പോൾ 2013 ഞാൻ സി എക്ക് ജോയിൻ ചെയ്യണം. 2013 അതെ. അപ്പോൾ നമുക്ക് ഏകദേശം അതുവരെയുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് പറഞ്ഞാൽ 2 മാസം ജാളി അടിക്കുക. അപ്പോൾ ഐ പി എല്ലിൻ്റെ മുമ്പാണെങ്കിൽ കളിച്ചിരിച്ച് എന്തെങ്കിലും കളിച്ചിരിച്ച് നടക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുക, വേറെ ഒന്നും ഞാൻ ചെയ്യില്ല. ഐ പി എൽ തുടങ്ങിയ ശേഷം 2 മാസം പറഞ്ഞാൽ ഫുൾ ഐ പി എൽ മാച്ച് ഇരുന്ന് കാണുക, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂൾ തുറക്കും അല്ലെങ്കിൽ കോളേജ് വയ്ക്കും, പിന്നെ പോകും. ഇതാണ് നമ്മുടെ റുട്ടീനായിട്ടുള്ള ലൈഫ്. ഒരു വർഷം 9 മാസം അല്ലെങ്കിൽ 10 മാസം സ്കൂളിലോ കോളേജിൽ പോകണം, 2 മാസം ഐ പി എൽ കാണുന്നു, വീണ്ടും കോളേജിൽ പോകണം, ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേ ഇരിക്കണം. വേറെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ 2013 എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതുവരെയുള്ള എൻ്റെ ലൈഫ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞാൻ റിസർവേഷനിലൊക്കെ കൂടെ പോകണതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ പറയുക, അങ്ങനെ ജീവിച്ച് പോവാണ്. വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. 2013 ഡിഗ്രി കഴിഞ്ഞു, മാർച്ചിൽ എക്സാമൊക്കെ കഴിഞ്ഞു. നമുക്ക് 2 മാസം ഐ പി എൽ സുഖമായിട്ട് ഇന്ന് ജാളി അടിച്ച് ഇരുന്ന് കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. കാരണം അതുവരെ എനിക്ക് പഠിക്കാനാണെങ്കിൽ ശരി പൈസയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ റിസർവേഷനിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. പൈസയുടെ ആവശ്യമൊന്നോ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കായിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഗ്രാൻഡൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് അധികം റിസ്കി ആയിട്ടുള്ളൊരു പാത്ത് വന്നിട്ടില്ല. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിനൊരു സ്കോപ്പില്ല, പൈസയ്ക്ക് സ്കോപ്പില്ല. പിന്നെ ഒരു ജോലിക്ക് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പണിയും അറിയില്ല. ഓക്കെ, നമുക്കിങ്ങനെ ഒരു കൈത്തൊഴിൽ പോലത്തെ പരിപാടിയോ ഒന്നും നാട്ടിലെല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അതും അറിയില്ല, ഇതും അറിയില്ല. പിന്നെ നമ്മളെ എന്തിനെങ്കിലും ഒരാൾ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആരും പരിചയങ്ങളില്ല. അപ്പോൾ ആരുമില്ല, നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരുമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു മെയ്, അതായത് നമ്മുടെ ആ 2 മാസത്തെ അവധി ഉണ്ടല്ലോ, അത് കഴിയുന്നവരെ ഞാൻ ഒന്നിനെക്കുറിച്ചും ബോധേഡായിരുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇനി അടുത്ത് എന്തെന്നുള്ളൊരു തോട്ടേ വരുന്നത്. ഓക്കെ, 2 മാസം കഴിഞ്ഞു, ഐ പി എല്ലൊക്കെ കണ്ട് ജാലിയടിച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും, അടുത്തത് എന്താ ചെയ്യാനും അതാ പറഞ്ഞ എൻ്റെ 20-ാം വയസ്സ് വരെ ഞാൻ അടുത്തത് എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഓട്ടോമാറ്റിക്കായി നമുക്ക് 2 മാസം കഴിയുമ്പോൾ ഇങ്ങനെ വരുന്നു, അടുത്തത് വരുന്നു. അപ്പോൾ 10 കഴിഞ്ഞാൽ +1 വരുന്നു, +2 വരുന്നു, അത് കഴിഞ്ഞാൽ ഡിഗ്രി വരുന്നു. ഇങ്ങനെ അതൊരു അധികം റിസ്ക് എടുക്കാതെ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകണ്ടായിരുന്നു. 20 കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. 20 വയസ്സ്, അതായത് ഡിഗ്രി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്. എൻ്റെ കോളേജിൽ തന്നെ ഫ്രണ്ടാണ്. ഓക്കെ, അവനാണ് എൻ്റെ ലൈഫ് മൊത്തം മാറ്റിയതിലെ ഒരു മെയിൻ പേഴ്സൺ. അവനപ്പോൾ ആൾറെഡി ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, സി എ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇരുന്ന് ഐ പി എല്ലൊക്കെ കാണുന്ന സമയത്ത് ഇവൻ നേരത്തെ എത്തി, സി എ തുടങ്ങിയായിരുന്നു, ട്രെയിനിങ്ങൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ അങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് അവൻ എന്നോട് പറയണത്, എടാ അങ്ങനെ വാ, സി എ പറഞ്ഞൊരു പരിപാടി ഉണ്ട്, 9 മാസം കഴിഞ്ഞാൽ എക്സാം ചെയ്താൽ. ഇതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 9 മാസം ട്രെയിനിങ് ഉണ്ട്, അത് തന്നെ എക്സാം ചെയ്താൽ. ഇത്രയൊരു ബേസിക് ഇൻഫർമേഷനാണ് അവൻ എനിക്ക് തന്നിട്ടുള്ളത്. അതായത് സി എ ഉണ്ട്, 9 മാസം കഴിഞ്ഞാൽ എക്സാം ചെയ്താൽ പിന്നെ നമുക്ക് സ്റ്റൈപ്പൻറ്റും കിട്ടും പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ബേസിക്കായിട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന പൈസ കിട്ടും. പിന്നെ 9 മാസം കഴിയുമ്പോൾ ഈ 9 മാസത്തിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കാം, ജീവിതത്തിൽ വേറെ എന്തെങ്കിലും കാര്യം വന്ന് സംഭവിക്കും. അപ്പോൾ 9 മാസം കഴിയുമ്പോൾ നമുക്ക് പോവാം എന്നൊരു തോട്ടിലാണ് ഞാൻ അവൻ വിളിച്ചത് പ്രകാരമായിട്ട് പോണത്. ഓക്കെ, സി എ ചെയ്യാൻ എനിക്ക് അപ്പോഴും സി എ പറഞ്ഞ എന്താണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഓക്കെ, അവൻ വിളിച്ച പ്രകാരം ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകാൻ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി.
അവിടെ പോയപ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഈ CA ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, ഇത് അവനൊന്നും ഏതാ കാരണം എനിക്കിതൊന്നും അവൻ പറഞ്ഞില്ല. രജിസ്ട്രേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അടിപൊളി. ഞാൻ 5ൻ്റെ പൈസ ഇല്ലാതെ നടക്കുകയാണ്. ആ സമയത്താണ് ഇതിന് ഒരു 10,000 12,000 സംതിങ് എന്തോ വേണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. 5ൻ്റെ പൈസ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ ഈ പരിപാടി നടക്കില്ല, ഇതിലും കാശിടണം. കാശിടുന്ന ഒരു പരിപാടി നമുക്ക് പറ്റില്ല. ഞാനിത് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അമ്മയ്ക്കെന്തോ അച്ഛൻ മരിച്ചതിൻ്റെ ഒരു കുറച്ച് പൈസ കിട്ടി, അതൊരു FD ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ FD റിന്യൂ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു 10,000 രൂപയാണത്. ഓക്കെ, അപ്പോൾ അത് റിന്യൂ ചെയ്ത് വരുന്ന ടൈമും ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് നിൽക്കുന്ന സമയം ഒരേ സമയമാണ്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒരു സിഗ്നൽ പോലെ തോന്നി, ഓക്കെ ഇത് അതിനുള്ള ഒരു സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അമ്മേൻ്റെ ആ പൈസ വാങ്ങി അങ്ങനെ അത് CA ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചില്ല. അപ്പോഴും ഞാൻ ക്ലിയർ അല്ല. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങി. ഓക്കെ, ജൂൺ മന്തിൽ, മെയ് കഴിഞ്ഞ് ജൂൺ ഒരു പകുതി ആയപ്പോൾ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങി. അപ്പോഴും എനിക്ക് ഈ 10,000 വേണം. 10,000 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയ എമൗണ്ട്. 5 പൈസ ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഈ 10,000 രൂപ ഇടണോ? കാരണം എങ്ങനെയും ഞാനിത് പഠിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇതിനിപ്പോൾ 10,000 ഇടുന്നു പറഞ്ഞിട്ട് ഞാൻ മാക്സിമം തള്ളി നിൽക്കാൻ നോക്കി. കാരണം എൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ അടുത്ത് എന്തെങ്കിലും സംഭവിക്കണ വരെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ മാക്സിമം ഞാൻ തള്ളി, അതായത് ഈ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ തള്ളി നിൽക്കാൻ ശ്രമിച്ചു. അവിടെ പോയിട്ടും ഞാൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് രജിസ്ട്രേഷൻ എടുക്കുന്നത്. ഓക്കെ, ഒരു 4 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രജിസ്ട്രേഷൻ 10,000 ചെയ്യും. അതായത് മാക്സിമം വേറെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കി നിൽക്കാൻ നിന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ രജിസ്ട്രേഷൻ എടുക്കാൻ നിൽക്കുന്നത്. ശരി, രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ള ഡിസിഷൻ എടുത്തു. അപ്പോൾ അതോടെ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അടുത്തത് വരുന്നത്. ഇനി എന്തോ ITT ചെയ്യണം, MCS ചെയ്യണം, ഇതിന് വേറെ കാശ് വേണം, 5,000. ഇതൊക്കെ എവിടെ നിന്നാണ് ഞാൻ ഉണ്ടാക്കുന്നത്? ഇങ്ങനെ നമ്മൾ ഓരോ കാര്യം ഇറങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ വലിയ വലിയ കഥകൾ കേൾക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയ്യോ ദൈവമേ എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നീടാണ് അറിയണത് ഇത് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഇത്ര ട്രെയിനിങ് ചെയ്യണം, അത് മാൻഡേറ്ററി ആണ്. പിന്നെ എക്സാം പാസ്സാണെങ്കിൽ പർട്ടിക്കുലർ ഇത്ര മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ അറിയണത് ലേറ്റർ ഓൺ ആണ്. അപ്പോൾ എനിക്ക് നൈസായിട്ട് മനസ്സിലായി അയ്യോ പെട്ടുപോയി എന്നുള്ള കാര്യം. പിന്നെ ഞാൻ വേറെ ഒന്നും തെളിഞ്ഞു വരാത്ത, അതാ ഞാൻ വേറൊരു കാര്യം വരുന്ന വരെ വെയിറ്റ് ചെയ്യാന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അപ്പോൾ ഒന്നും തെളിഞ്ഞു വരാത്തതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകാം. അപ്പോൾ എൻ്റെ സീനിയർ ഉണ്ട് ഭയങ്കര. അപ്പോൾ ആളിങ്ങനെ പറയും, എടാ മടിയൻ മല ചുമക്കുന്നു. ഓക്കെ, എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ആൾ മടിയൻ. ഞാൻ ഭയങ്കര സ്ലോ ആണ്. കാരണം ഞാൻ CAക്ക് അവിടെ ജോയിൻ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഏകദേശം ഒരു 10 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര അല്ലെങ്കിൽ ഭയങ്കര ഫോർവേഡ്. അവർ അപ്പോഴേക്കും രജിസ്ട്രേഷൻ എടുത്ത് മറ്റേ വേറെ കോഴ്സുകളൊക്കെ ചെയ്ത് പഠിത്തത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ടൈം. അല്ലെങ്കിൽ അവർ CAയുടെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈപ്പാണ്. ഞാനാണെങ്കിൽ ബാക്കിൽ കഴിയാണ്. അപ്പോൾ എൻ്റെ സീനിയർ എന്നോട് പറയും, ഞാൻ ഓഫീസിലിരിക്കുന്നത് ഏറ്റവും മോസ്റ്റ് സീനിയർ പേഴ്സൺ. അപ്പോൾ എന്നോട് ഞാൻ ഈ ബാക്കിൽ ഓടുന്നതുകൊണ്ട് തന്നെ എന്നോട് പറയും, എടാ മടിയൻ മല ചുമക്കുന്നു. നമുക്ക് ഒരു ഈ CA പഠിക്കണമെന്നേ പാടില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാത്തത് വലിയ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഭയങ്കര ഓക്വേർഡായിട്ടുള്ള കുറച്ച്, കാരണം എൻ്റെ ഒപ്പം വന്നവരെല്ലാവരും ഭയങ്കര എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇപ്പോൾ GST പോലെ അപ്പോൾ കേരള വാറ്റിൽ ഒരു ഇതുണ്ടായിരുന്നു, ആനുവൽ ഇട്ടുണ്ടായിരുന്നു, Form 10 ഫണ്ട്. അപ്പോൾ ഈ പരിപാടി ഈ എൻ്റെ ഒപ്പം ജൂനിയേഴ്സ്, എൻ്റെ ഒപ്പം ചേർന്നവരൊക്കെ അവരിങ്ങനെ Form 10 ഞാൻ ചെക്ക് ചെയ്തു, ടാലി ആയി അല്ലെങ്കിൽ കറക്റ്റായി പറയുമ്പോൾ ഞാനിങ്ങനെ ക്ലിവായിട്ട് ഇരിക്കും. എന്താ ഈ സാധനം എനിക്കറിയില്ല. കാരണം ഞാൻ ഏറ്റവും ബാക്കിൽ ഓടുന്ന ആളാണ്. അപ്പോൾ ശരി, അങ്ങനെ നമ്മൾ ബാക്കിലായാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീടാണ് ഇതായത് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും നിർത്തിപ്പോയി. ഓക്കെ, അതായത് CA ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിലേറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള വ്യക്തികളെല്ലാം നിർത്തിപ്പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അയ്യോ ദൈവമേ, ഇത് ചെയ്യാൻ വേണ്ടി വന്നവരെ നിർത്തിപ്പോകണു. അപ്പം ഞാനിങ്ങനെ അറിയാതെ വന്ന് പെട്ടവൻ എന്താ ചെയ്യുക? കാരണം ഇവരെ ഇത് റിസ്ക്കി ആയിട്ട് ഫീൽ ചെയ്യണു. അപ്പോൾ എന്നെക്കൊണ്ട് എന്താ പറ്റുക എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. കാരണം ഞാനങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടോ ഭയങ്കര ഡിറ്റർമിൻ ചെയ്തിട്ടോ CA വന്ന് എടുത്ത ആളല്ല. അങ്ങനെയോ വന്ന് പെട്ടു, എന്തൊക്കെയോ കാരണം കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സണാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത മെജോറിറ്റി പീപ്പിൾസും അത് നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങി. കാരണം അവർക്ക് പറ്റില്ല എന്ന് അവർ വിശ്വസിച്ചു, എനിക്ക് എങ്ങനെയാണ് പറ്റാമെന്ന്. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായത് എൻ്റെ ലൈഫിൽ വേറെ എന്തെങ്കിലും നല്ലത് സംഭവിക്കട്ടെ എന്നാൽ, അതായത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് അവിടെ സ്റ്റേബിൾ ആകണമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാനൊരു ഏകദേശം ഈ CA ഉറപ്പിക്കുന്നത് കുറേ കാലത്തിന് ശേഷമാണ് ഇത് ഈ വഴി കൂടെ പോകാമെന്നുള്ളത്. ബാക്കിയൊക്കെ വെറുതെ മറ്റൊന്നും കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് സ്റ്റേ ചെയ്യണതാണ്.
അപ്പോൾ ഒരുപാട് കാലം ഞാൻ 2013 ജോയിൻ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ് വല്ല ആമ എഴയണ പോലെ ഇരിക്കും. ഒന്നും ബെറ്ററായി ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോണത്, ആദ്യത്തെ എക്സാം അറ്റംപ്റ്റിന് പോകുന്നത് 2015, അതായത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അത്രയും കാലം ഞാനിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിന്ന് ചാടാൻ വല്ല വഴിയുണ്ടോ, വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് സംഭവിക്കാൻ വേണ്ടി. അതായത് നമ്മുടെ ലൈഫിലും ഒന്നും സംഭവിച്ചു തരാൻ മറ്റാരും ഇല്ല. അപ്പോൾ നാച്ചുറലായിട്ട് വേറെ എന്തെങ്കിലും സംഭവിക്കാൻ, അതൊരു ഓപ്പർച്യൂണിറ്റി വേറെ എന്തെങ്കിലും വരികയെങ്കിൽ ഞാൻ ഇതിന് ചാടി പോവാം എന്നുള്ളതാണ് എൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോണത് 2015 മെയ്യിലാണ്. അതായത് ഞാൻ ജോയിൻ ചെയ്ത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആകും. ഓക്കെ, ആ അറ്റംപ്റ്റിന് ഞാൻ പോയതിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ 2015 വേൾഡ് കപ്പ് ആ സമയത്ത് നടക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യം ഈ വേൾഡ് കപ്പ് മൊത്തം കാണണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ലീവിന് വേണ്ടി, അപ്പോൾ 3 മാസം ലീവ് ഓൾമോസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, സുഖമായിരുന്നു. ഞാൻ എല്ലാ വേൾഡ് കപ്പ് മാച്ചും കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചാണെന്ന് തോന്നുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫെബ്രുവരി 15 14 സംതിങ്. അതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് ഞാൻ ലീവ്. ഇന്ത്യ ആ വേൾഡ് കപ്പ് മൊത്തം ഞാൻ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും, പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ പഠിക്കും. പക്ഷേ എല്ലാ വേൾഡ് കപ്പ് മാച്ചും ഇങ്ങനെ ഇരുന്ന് ഞാൻ കാണും. എൻജോയ് ചെയ്തിട്ടുണ്ട് 3 മാസം. ഫസ്റ്റ് അറ്റംപ്റ്റ് അപ്പോഴും ഞാൻ ക്വിറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി പോയി. എനിക്കൊരു കാര്യം ക്വിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബോധം വരണം. അതായത് ഇത് നമുക്ക് വർക്കൗട്ട് അല്ലാത്തതാണ്. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണമെന്ന് ഫീൽ ചെയ്തില്ലെങ്കിലും വർക്കൗട്ട് ചെയ്യാത്തതാണ് എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്താൽ മാത്രമേ ഞാനത് ക്യൂ അപ്പ് ചെയ്യുള്ളൂ. ഈവൻ അത് ബെറ്ററായി വർക്ക് ചെയ്യില്ലെങ്കിൽ ഞാൻ അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത്രയും കാലം എനിക്കിത് വർക്കൗട്ടാകത്താണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ മുന്നോട്ടൊന്നും ട്രാവൽ ചെയ്യില്ലെങ്കിലും ഇത് നിർത്തി പോകേണ്ട ലെവലിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോയി എഴുതിയപ്പോൾ മനസ്സിലായി ഇതെനിക്ക് പറ്റണ പരിപാടിയല്ല എന്നുള്ള കാര്യം. ഓക്കെ, അതായത് 2015 ആദ്യത്തെ എക്സാമിന് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പരിപാടി എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന്. അപ്പോൾ ഞാൻ അന്ന് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ ദിവസം തന്നെ ഞാൻ എൻ്റെ സാറിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി മുതൽ വരുന്നില്ല. ഓക്കെ, ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിയുമ്പോൾ ഞാൻ ഈ എക്സാം ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ CA ഞാൻ ക്വിറ്റ് ചെയ്തു. ഓക്കെ, CA ഞാൻ ക്വിറ്റ് ചെയ്ത് പിന്നെ ഞാൻ വേറെ കുറച്ച് ജോലികളൊക്കെ തേടി നടന്നു. ചിലവിടെയൊക്കെ എന്നെ എടുത്തു. ഞാൻ മലപ്പുറം അവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചിലവിടെയൊക്കെ എന്നെ എടുത്തു. ഇൻ്റർവ്യൂവിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തു. അവരിവിടെ വന്ന് സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് ഞാൻ അങ്ങനെ ഒരു CA സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു മാസം ഒക്കെ ഞാൻ പിന്നെ ഓഫീസിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ 1 മാസം ഇങ്ങനെയുള്ള ജോലി തപ്പി നടക്കുവാൻ. പിന്നീട് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റിട്ടേൺ ചെയ്തു. ആ സ്റ്റോറി, അവിടെ മുതലുള്ള സ്റ്റോറി ഞാൻ ഇനി വേറെ ഏതെങ്കിലും ടൈമിൽ പറയാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര വലുതായി മാറും. ഓക്കെ.